ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എഗ് മഞ്ചൂരിയനാണ്. മുട്ടയും കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കും. നമ്മളൊക്കെ ചിക്കൻ മഞ്ചൂരിയൻ കഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മുട്ടയും കൊണ്ടുള്ള എഗ് മഞ്ചൂരിയൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ 5 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ആ മുട്ടേനെ നമുക്കൊന്ന് ചെറുതായിട്ടിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ട്. ഇതുപോലെ പുഴുങ്ങിയ മുട്ട നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അഞ്ച് പുഴുങ്ങിയ മുട്ടയും ഇതുപോലെ നമ്മൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 സ്പൂൺ കടലമാവാണ്. കടലമാവ് 2 സ്പൂൺ ചേർത്ത് കൊടുക്കും. 1/4 സ്പൂൺ പെരിഞ്ജീരക പൗഡറാണ്. 1/4 സ്പൂൺ മതി. 1/4 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ കാശ്മീരി മുളക്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളകും 6 അല്ലി വെളുത്തുള്ളിയും കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ഈ മിക്സിനെ 2 സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്ക് ആ നനവിന് വേണ്ടിയാണ്. എന്നിട്ട് ഇനി നമുക്ക് കയ്യിലൊരു നുള്ളു വെള്ളം ഇങ്ങനെ തൊടുവാണെങ്കിൽ എളുപ്പമുണ്ട്. വെള്ളവും കൂടെ തൊട്ടിട്ട് ഓരോ കുഞ്ഞു ബോൾസായിട്ട് നമുക്ക് ഇതെടുക്കാം. ഇത് ഈ പരുവത്തിന് എടുക്കണം. ഓരോ കുഞ്ഞു ബോൾസായിട്ട്. നമ്മളൊരു പാനിൽ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ എടുക്കല്ലേ ഈ കറിക്ക്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുക്കാം. ഓയിൽ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്കിനിയും ഈ ഓയിലിലോട്ട് ഈ ഓരോ ബോള് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ്. സെയിം നമ്മൾ ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ. അതിന് പകരം ഇത് എഗ്ഗാന്ന് മാത്രം. ഇപ്പോൾ ഒരു സൈഡ് ഏകദേശം വേവായിട്ടുണ്ട്, ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത സൈഡിലൂടെ മറിച്ചിട്ട് കൊടുക്കാം. ഓരോ എഗ് ബോളും നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അതേ പാനിൽ തന്നെ ആ സെയിം ഓയിലിൽ നിന്ന് 2 സ്പൂൺ ഓയിലെടുത്ത് നമുക്ക് ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 2 അല്ലി വെളുത്തുള്ളി വട്ടത്തിൽ കട്ട് ചെയ്തത്, 2 പച്ചമുളക് കട്ട് ചെയ്തത്, ഇതിലോട്ട് 2 വറ്റൻമുളക് ഇട്ട് കൊടുക്കും. ഞാൻ സവോള ഇതുപോലെ
ക്യൂബ് സൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. സവോള ഇട്ട് കൊടുക്കാം. സവോള ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഞാനിവിടെ ഗ്രീനും യെല്ലോയും റെഡും ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ എന്ത് കളർ ക്യാപ്സിക്കം ഉണ്ടാകും നമുക്ക് ചേർക്കാവേ. ഇത് സ്വീറ്റ് ചില്ലി സോസാണ്. ഇത് 1 സ്പൂൺ. സോയാ സോസ് 2 സ്പൂണ്. ഒരു സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1/2 സ്പൂൺ പെപ്പർ പൗഡർ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, സോയാ സോസ് ചേർത്തതും കൊണ്ട് നമ്മൾ ഇനി നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അര സ്പൂൺ പഞ്ചസാര. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ഫ്ലെയിമിലിട്ട്, ഹൈ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനേ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സവോളയും ക്യാപ്സിക്കും ഒക്കെ വഴന്നിട്ട് നന്നായിട്ട് ആയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച എഗ് ബോൾസ് ഇട്ട് കൊടുക്കാം. എഗ് ബോൾസുമായിട്ട് നമുക്കിപ്പോൾ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇവിടെ ഞാൻ 1 സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ കോൺഫ്ലവർ ചെറു ചൂടുവെള്ളത്തിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. കോൺഫ്ലവർ ചേർക്കുമ്പോൾ നമ്മുടെ കറിക്കൊരു തിക്നെസ്സും കിട്ടും, നല്ലൊരു ഗ്ലേസിങ്ങും ഒക്കെ കറിക്ക് കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മൾ കോൺഫ്ലവർ ചേർക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/4 ഗ്ലാസ് തിളച്ച വെള്ളം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ നമുക്ക് സ്പ്രിംഗ് ഒനിയൻ ചേർക്കാം. എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഒനിയൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിയിലയാണ് ചേർക്കുന്നത്. മല്ലിയില ഇട്ട് കൊടുക്കാം. സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ അങ്ങനെ എഗ് മഞ്ചൂരിയൻ ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തി, പൊറോട്ട, ഞാൻ എല്ലാത്തിനും നമ്മളിവിടെ ഇപ്പോൾ സെർവ് ചെയ്യുന്ന ഫ്രൈഡ് റൈസിൻ്റെ കൂടാണ്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് ഈ എഗ് മഞ്ചൂരിയൻ. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും.